ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു തങ്കീസ് ഡയറി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഓച്ചിറ പരബ്രഹ്മത്തിൻ്റെ മണ്ണിലുള്ള നക്ഷത്രവനത്തിൻ്റെ കാഴ്ചകളാണ്. ഓരോ വൃക്ഷത്തിൻ്റെ ചുറ്റും പ്രത്യേകതരം കരിങ്കല്ലുകൾ കൊണ്ട് അവർ ചുറ്റി സംരക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള പ്രത്യേകതരം സീറ്റും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്തി ഉത്രം നക്ഷത്രക്കാരുടെ വൃക്ഷമാണ് ഇത്തി. ഇതിൻ്റെ ഇല, തടി എല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. കൂടുതലും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. കാഞ്ഞിരം അശ്വതി നാളുകാരുടെ വൃക്ഷമാണ് കാഞ്ഞിരം. കാഞ്ഞിരം എന്ന് കേട്ടാലേ നമുക്കറിയാം കയ്പാണെന്ന്. എന്നാലും ഇതിൻ്റെ വിത്ത് നമ്മൾ ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഡയറക്റ്റ് ഇത് കഴിക്കാൻ പാടില്ല. കൂവളം ചിത്രനാളുകാരുടെ വൃക്ഷമാണ് കൂവളം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ശിവക്ഷേത്രങ്ങളിൽ അർച്ചനയ്ക്കും മാലയ്ക്കും ഉപയോഗിക്കാറുണ്ട്. അതിനുപരി ഇതിന് ഒരുപാട് ഔഷധമുള്ളൊരു വൃക്ഷം കൂടിയാണ്. വെട്ടി തൃക്കേട്ട നാളുകാരുടെ വൃക്ഷമാണ് വെട്ടി. ഇതിൻ്റെ വേര് നമുക്ക് പനിക്ക്, തലവേദന എന്നീ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതിനുപരി ഇതിൻ്റെ കാ നമുക്ക് കഴിക്കാവുന്നതുമാണ്. അമ്പഴം അത്തം നാളുകാരുടെ വൃക്ഷമാണ് അമ്പഴം. ഇതിൻ്റെ തോല്, വേര്, ഇല എല്ലാം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ തോല് കൊണ്ട് ലേഹ്യങ്ങളും മാർക്കറ്റിലുണ്ട്. വയങ്കത വിശാഖം നാളുകാരുടെ വൃക്ഷമാണ് വയങ്കത. ഇതിൻ്റെ തടിയിൽ നിറയെ മുള്ളുകളാണ്. എങ്കിലും ഇതിൻ്റെ പഴങ്ങൾ നമുക്ക് കഴിക്കാവുന്നതാണ്. വഞ്ചി പൂരാടം നാളുകാരുടെ വൃക്ഷമാണ് വഞ്ചി. ഈ മരത്തിൻ്റെ തൊലി ചതച്ച് വെള്ളം കുടിച്ചാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പറ്റുന്നതാണ്. വെള്ളപ്പൈൻ മൂലം നക്ഷത്രക്കാരുടെ വൃക്ഷമാണ് വെള്ളപ്പൈൻ. ഇതിൻ്റെ ഇല, കറ എന്നിവ ആയുർവേദത്തിൽ ഉപയോഗിക്കാറുണ്ട്. കടമ്പ് ചതയം നാളുകാരുടെ വൃക്ഷമാണ് കടമ്പ്. ഈ മരത്തിൻ്റെ പൂ കാണാൻ വളരെ ഭംഗിയാണ്. വഞ്ചി ഉണ്ടാക്കാൻ ഈ മരത്തിൻ്റെ തടി ഉപയോഗിക്കാറുണ്ട്. ഈ വൃക്ഷത്തിൻ്റെ പൂക്കൾ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങൾ നിരവധി ഉപയോഗങ്ങളാണ് ഉള്ളത്. മുള പുണർദം നാളുകാരുടെ വൃക്ഷമാണ് മുള. മുള കൊണ്ട് നമ്മൾ കർട്ടൻ, പേപ്പർ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. മുളയുടെ തളിര്, കൂമ്പ്, അരി എല്ലാം ഭക്ഷണമായി ഉപയോഗിക്കാവുന്നതാണ്. കരിമരം തിരുവാതിര നാളുകാരുടെ നക്ഷത്ര വൃക്ഷമാണ് കരിമരം. ഈ മരത്തിൻ്റെ തടി കറുത്തിട്ടാണ്. സംഗീത ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ഈ തടി ഉപയോഗിക്കാറുണ്ട്. അത്തി കാർത്തിക നാളുകാരുടെ വൃക്ഷമാണ് അത്തി. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും അത്തിപ്പഴം പതിവായി കഴിക്കുന്നത് നല്ലതാണ്. ശരീരഭാരം കുറയ്ക്കാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുന്നതും നല്ലതാണ്. വന്നി അവിട്ടം നാളുകാരുടെ വൃക്ഷമാണ് വന്നി. പുളിയില പോലെ കാണപ്പെടും ഇതിൻ്റെ ഇലകളും. ഇതിൻ്റെ ഇല മുതൽ വേര് വരെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ്. ഗൾഫ് രാജ്യങ്ങളിൽ വരൾച്ച നേരിടാൻ ഈ മരം നട്ടുപിടിപ്പിക്കാറുണ്ട്. പേരാൽ മകൻ നാളുകാരുടെ വൃക്ഷമാണ് പേരാൽ. പേരാൽ നല്ലൊരു തണൽ മരമാണ്. തടിക്ക് മങ്ങിയ വെള്ള നിറമാണുള്ളത്. പേരാലിൻ്റെ തൊലി ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ വേര്, ഇല, തൊലി
പഴം, കറ എന്നിവ മരുന്നായി ഉപയോഗിക്കാറുമുണ്ട്. അനിഴം നാളുകാരുടെ വൃക്ഷമാണ് ഇലഞ്ഞി. ഇതിൻ്റെ പഴം ഭക്ഷ്യയോഗ്യമാണ്. വീടുകളിൽ നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. ഇതിൻ്റെ തോല് കഷായം ഉണ്ടാക്കി കുടിക്കുന്നത് ത്വക്ക് രോഗങ്ങൾക്ക് നല്ലതാണ്. നാഗപ്പൂമരം ആയില്യം നക്ഷത്രക്കാരുടെ വൃക്ഷമാണ്. നാട്ടുചികിത്സയ്ക്ക് ഈ മരത്തിൻ്റെ കായ്കൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പൂവിന് നല്ലൊരു സുഗന്ധമാണുള്ളത്. ഇരിപ്പ രേവതി നാളുകാരുടെ വൃക്ഷമാണ് ഇരിപ്പ. ആയുർവേദത്തിലും നാട്ടുചികിത്സയിലും ഈ വൃക്ഷം ഉപയോഗിക്കാറുണ്ട്. ഈ വൃക്ഷത്തിൻ്റെ പൂവിന് നല്ല മധുരമാണ് ഉള്ളത്. നീർമരുത് ചോതിനാളുകാരുടെ വൃക്ഷമാണ് നീർമരുത്. ഇതിനെ ആറ്റുമരുത് എന്നും പറയാറുണ്ട്. ഇതിൻ്റെ തൊലിയാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. പ്ലാഷ് പൂരൻ നാളുകാരുടെ വൃക്ഷമാണ് പ്ലാഷ്. ചുവന്ന പൂക്കളാണ് ഇതിനുള്ളത്. ഒരുപാട് അസുഖങ്ങൾക്ക് ഈ വൃക്ഷത്തെ ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. നെല്ലി ഭരണി നാളുകാരുടെ നക്ഷത്ര വൃക്ഷമാണ് നെല്ലി. പ്രതിരോധശേഷിക്കും ചർമ്മത്തിനും മുടിക്കും എല്ലാം നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. പ്ലാവ് ഉത്രാടം നാളുകാരുടെ വൃക്ഷമാണ് പ്ലാവ്. കേരളത്തിൽ സുലഭമായി കാണുന്ന ഒന്നാണ് പ്ലാവ്. ഇതിൻ്റെ തടി, വേര്, ചക്ക, പ്ലാവല എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാവൽ രോഹിണി നാളുകാരുടെ നക്ഷത്ര വൃക്ഷമാണ് ഞാവൽ. പ്രമേഹം പോലുള്ള അസുഖങ്ങൾ ഞാവൽപ്പഴം കഴിക്കുന്നത് വഴി മാറുവാൻ സഹായിക്കുന്നു. കരിങ്ങാലി മകേരം നാളുകാരുടെ വൃക്ഷമാണ് കരിങ്ങാലി. ഇത് ധരിക്കുന്നത് വഴി പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നുണ്ട്. കരിങ്ങാലിയുടെ തോലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. മാവ് പുലുരുട്ടാതി നാളുകാരുടെ വൃക്ഷമാണ് മാവ്. ഇന്ത്യയിൽ ധാരാളമായി വളർന്നു വരുന്നൊരു ഫലവൃക്ഷമാണ് മാവ്. ഇതിനെ നമ്മൾ പഴങ്ങളുടെ രാജാവെന്നും മാങ്ങയെ നമ്മൾ പറയാറുണ്ട്. കരിമ്പന ഉത്രട്ടാതി നാളുകാരുടെ വൃക്ഷമാണ് കരിമ്പന. ഒരൊറ്റത്തടി വൃക്ഷമാണ് കരിമ്പന. മറ്റു മരങ്ങൾക്കില്ലാത്ത പല ഗുണങ്ങളും കരിമ്പനയ്ക്കുണ്ട്. ചുരുങ്ങിയതൊരു 100 വർഷം കരിമ്പനയ്ക്ക് ആയുസ്സുണ്ട്. അരയാൽ പൂയം നക്ഷത്രക്കാരുടെ വൃക്ഷമാണ് അരയാൽ. അരയാൽ എന്ന മരത്തെ ദൈവമായി തന്നെ ആരാധിക്കുന്നു. മരങ്ങളുടെ രാജാവെന്നും പറയാറുണ്ട്. നാം ഇന്ന് ജീവിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ നമ്മൾ വെട്ടി നശിപ്പിക്കുന്ന ഓരോ വൃക്ഷത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളെയെങ്കിലും നമ്മൾ സംരക്ഷിക്കുക. ഇതുപോലെയുള്ള വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.